ക്രിസ്തു പ്രസക്തമായി പറഞ്ഞു വയ്ക്കുകയാണ്, ദൈവപുത്രനാണ് ഈ ലോകത്തിൻ്റെ രക്ഷ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ധനഹാകാലം 2-ാം ഞായർ. സഭാമാതാവ് നമ്മുടെ വചന വിചിന്തനം വിഷയമായി നൽകുക യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തു യഥാർത്ഥ രക്ഷ. സ്നേഹമുള്ളവരെ, യേശു തൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഫരിസയരെയും സദുക്കാരെയും യഹൂദരെ മുഴുവനെയും താൻ ദൈവപുത്രനാണെന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുന്ന ഒരു വചനഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുക. ഈ വചനഭാഗത്തിൽ 2 രീതിയിലുള്ള പ്രഘോഷണങ്ങളാണ് നടക്കുക. ഒന്ന്, യേശു തന്നെ ദൈവപുത്രനായി അവതരിപ്പിക്കുന്നു. 2, യേശുവാണ് പാപികൾക്കുള്ള രക്ഷ എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ക്രൈസ്തവരായ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ശിഷ്യരാണ്, അനുയായികളാണ്. നമ്മുടെ ജീവിതത്തിലും പാപപങ്കിലമായ ജീവിതത്തിൽ യേശു ക്രിസ്തു രക്ഷയാണെന്ന് ഏറ്റുപറയുന്നതിനും ഉൾക്കൊള്ളുന്നതിനും ആ രക്ഷയിലേക്ക് മാനസാന്തര ജീവിതത്തിലൂടെ മാറുന്നതിനുമുള്ള വലിയ ഒരു ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം. ഇന്നത്തെ സുവിശേഷത്തിൽ കൃത്യമായി പറഞ്ഞു വയ്ക്കുകയാണ്, നിങ്ങൾ എന്നെയോ എന്നെ അയച്ചവനെയോ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ തന്നെ മരിക്കും. ക്രിസ്തു പ്രസക്തമായി പറഞ്ഞു വയ്ക്കുകയാണ്, ദൈവപുത്രനാണ് ഈ ലോകത്തിൻ്റെ രക്ഷ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെതായ മേഖലകളിൽ നിന്ന് തിരിഞ്ഞു നടന്നുകൊണ്ട് രക്ഷയായ യേശുവിലേക്ക് ആശ്രയം പ്രാപിക്കുവാനും രക്ഷയായ ഈശോയെ ഈ ലോകത്തിലേക്ക് പ്രഘോഷിക്കുവാനും ആ രക്ഷ മൂലം നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുത്തുവാനും ഇന്നത്തെ സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ സുവിശേഷമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ. യേശു ക്രിസ്തുവിനെ രക്ഷയായി സ്വീകരിക്കുവാനും ആ രക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുവാനും, അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം പടുത്തുയർത്തുവാനും ക്രൈസ്തവരായ നമ്മെല്ലാവർക്കും സാധിക്കട്ടെ. വിമോചക ക്രിസ്തു നമ്മെല്ലാവരെയും അതിനായി രക്ഷിക്കട്ടെ. ആമേൻ.